ആറളം സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം ജൂലൈ 12 ശനിയാഴ്ച വൈകുന്നേരം 3:30 വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടകരായ ND റോസമ്മ, വിൻസെന്റ് മാത്യു, MR ഷാജി, വിഷ്ണു പ്രസാദ്, രേഷ്മ അജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 1951 ഐക്യനാണയ സംഘമായി ആരംഭിച്ച് 1972 മുതലാണ് ബാങ്ക് എന്ന നിലയിൽ ആറളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 1951 മുതൽ ഐക്യനാണയ സംഘത്തിന് നേതൃത്വം കൊടുത്തത് കനകത്തടം നാരായണൻ നമ്പ്യാർ എന്ന അന്നത്തെ അധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കോലായിലാണ് സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇന്ന് 75 വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ആറളം സർവീസ് സഹകരണ ബാങ്ക് അന്നു മുതൽ ഇങ്ങോട്ട് മലയോര മേഖലയിലെ പ്രത്യേകിച്ച് ആറളം പഞ്ചായത്തിനകത്തെ കാർഷിക മേഖലയിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം ഞങ്ങളുടെ പഞ്ചായത്തിനകത്തെ ആളുകൾക്ക് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം, ചികിത്സ, അതുപോലെ കൃഷി, അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 5 ശാഖകളും ഹെഡ് ഓഫീസോടും കൂടിയാണ് ബാങ്കിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. 75 വർഷം തികയുന്ന പരിപാടി പ്ലാറ്റിനം ജൂബിലി ആഘോഷം നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ സഹകാരികളുടെയും സഹകരണത്തോടു കൂടി നടത്തണം എന്ന നിലയിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ വരുന്ന 12-ാം തീയതി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ AM ഷംസീർ അവരുകൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. വൈകുന്നേരം 4 മണിക്കാണ് ആ ഉദ്ഘാടന ചടങ്ങ് തീരുമാനിച്ചിട്ടുള്ളത്, 12-ാം തീയതി. അതോടൊപ്പം തന്നെ നമ്മുടെ പേരാവൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരുകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ആ ഉദ്ഘാടന വേളയിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, ഞങ്ങൾ ഈ സഹകരണ സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വപരമായ പങ്കുവഹിച്ച് അന്നത്തെ മെമ്പർമാരായിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന 75 മെമ്പർമാരെ ആദരിക്കണമെന്ന നിലയിൽ ആലോചിച്ചിട്ടുണ്ട്. ആ 75 മെമ്പർമാരെയും ഞങ്ങൾ അന്നേ ദിവസം ബഹുമാനപ്പെട്ട MLA അത് ആദരിക്കുന്ന ചടങ്ങ് നിർവഹിക്കും. എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. അവരുടെ ഇപ്പം നമ്മുടെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ വളരെ റിമോട്ടായ ഒരു ഏരിയ ആയിരുന്നു ആറളം. നമ്മുടെ കണ്ണൂർ ജില്ല തന്നെ റിമോട്ടാണ്, കാരണം ആദിവാസി മേഖലയൊക്കെ ഉൾപ്പെടുന്നതാണ്. ഈ ആദിവാസി മേഖലയിൽ ചുരുങ്ങിയത് ഒരു 5-6 കോടി രൂപ നമ്മളിപ്പം ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുടുംബശ്രീ വായ്പകൾ, അതിന് പുറമെ വ്യക്തിഗത വായ്പകൾ, അവരുടെ കൃഷിക്ക് ആവശ്യമായ ആറളം ഫാമിലെ പുനരധിവാസ മേഖലയിലെ വായ്പകളിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് ചെയ്തേക്കുന്ന സ്ഥാപനം നമ്മൾ തന്നെയാണ്. കാരണം അവരെയൊന്നും ഒരു നാഷണലൈസ്ഡ് ബാങ്കും പരിഗണിക്കാത്ത അവസ്ഥയിൽ അവരിൽ നിന്ന് ഞങ്ങൾക്കൊരു മെമ്പറുണ്ട്, ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലുണ്ട്. അവർ ശുപാർശ ചെയ്യുന്നവർക്കെല്ലാം വായ്പകൾ കൊടുക്കുക. അവരുടെ ആവശ്യങ്ങൾക്ക്, വിവാഹം, എല്ലാ ആവശ്യങ്ങൾക്കും തന്നെ നമ്മൾ വിദ്യാഭ്യാസം, വിവാഹം, എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ പരമാവധി അവരെ സഹായിക്കുന്നുണ്ട്. അതേപോലെ കുടുംബശ്രീ വായ്പകൾ. പിന്നെ നമ്മുടെ ബാങ്കിനെ പറ്റി പറഞ്ഞാൽ എല്ലാ പദ്ധതിയുടെയും ഒരു കാലത്ത് പൈലറ്റ് ഏജൻ്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചാണ്. SHG വായ്പകൾ ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിൽ ആദ്യമായിട്ട് പൈലറ്റ് ഏജൻസിയായിട്ട് എടുത്ത് നടപ്പാക്കിയത് നമ്മുടെ ബാങ്കാണ്. ഇപ്പോഴും ഏതൊരു സ്കീം വന്നാലും നമുക്ക് ആ ഒരു പരിഗണന ജില്ലാ ബാങ്കിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾ പരമാവധി നല്ല കൃത്യമായി അവർ നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ അത് നടത്തിക്കൊണ്ടുപോകുന്നുമുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ റീസെൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. 8ാമത് പ്രസിഡൻ്റാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് 8 പേരാണ്. 7 പേരാണ് മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാരുണ്ടായിരുന്നത്. 2 ടേം ഇൻസ്പെക്ടർമാരുടെയും പിന്നെ ഒരു ടേം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും കീഴിലാണ് ബാങ്ക് പ്രവർത്തിച്ചത്. SSLC+2 ശേഷം ഏത് കോഴ്സ്? ഉയർന്ന ശമ്പളത്തിൽ ഉടൻ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ പഠിക്കൂ ആയുർക്ഷേത്രയിൽ. ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോഴ്സ് ഡോക്ടർമാരുടെയും ട്രെയിനർമാരുടെയും നേതൃത്വത്തിലുള്ള ക്ലാസുകളിലൂടെ പഠനത്തിൽ പിന്നിലായവരുടെയും അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്ന ട്രെയിനിംഗ് സംവിധാനം. അഡ്മിഷൻ എടുത്ത് 7ാം മാസം മുതൽ 7,000 രൂപ മുതൽ 20,000 രൂപ വരെ മാസം സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നു. കുറഞ്ഞ ഫീസ് തവണകളായി അടയ്ക്കാം. ഇതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പഠിക്കാൻ അവസരം. ആയുർക്ഷേത്ര ഇന്ത്യയിലും വിദേശത്തുമായി 530-ലധികം ആശുപത്രികളുമായി സഹകരണമുള്ളതിനാൽ ക്യാമ്പസ് ഇന്റർവ്യൂകളിലൂടെ ഉറപ്പായി ജോലി നൽകുന്നു. 4,500-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും ജോലി നൽകിയ സ്ഥാപനം. കൾച്ചറൽ ഡേ, സ്പോർട്സ് ഡേ, സ്റ്റഡി ടൂർ, സെമിനാർ, ഫിനിഷിംഗ് സ്കൂൾ, ക്യാരക്ടർ ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്നിവയിലൂടെ ആയുർക്ഷേത്രയിലെ വിദ്യാർത്ഥികളെ മുൻനിരയിലെത്തിക്കുന്നു.
ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഡ്മിഷൻ UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്. 115-ലധികം വർഷത്തെ ആയുർവേദ പാരമ്പര്യമുള്ള ആയുർക്ഷേത്രയിലെ അഡ്മിഷനായി ഉടൻ ബന്ധപ്പെടൂ. ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജ് കേരളത്തിൽ 5 ക്യാമ്പസുകൾ: ചേർത്തല, ഇരിട്ടി, കണ്ണൂർ, കേരള ഗവൺമെന്റ് SR ക്യാമ്പസ്, പെരിന്തൽമണ്ണ, അങ്കമാലി, തിരുവനന്തപുരം. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.